നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയ ചെറുപയറാണ്. അതിലേക്ക് 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ 1/4 കപ്പ് 1/4 കപ്പ് പച്ചരിയും ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം. പിന്നെ അതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് അരയ്ക്കുക. അപ്പോൾ ഈ ദോശമാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിപ്പിക്കാൻ വയ്ക്കുകയൊന്നും വേണ്ട. രാവിലെ അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ടൈപ്പ് മാവാണിത്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് അരഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകണി ചേർത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചെറുപയർ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചാലായിരിക്കും ഇതേപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ചെറുപയർ ദോശയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ തേങ്ങാ ചട്നിയാണ്. അപ്പോൾ ഞാൻ സാധാരണ തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നത് തേങ്ങ, ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, പിന്നെ കടലപ്പരിപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നില്ല കേട്ടോ. ഈ തേങ്ങാ ചട്നി മാത്രമല്ല കേട്ടോ, നമ്മുടെ തക്കാളി ചട്നി നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തേങ്ങാ ചട്നിയാണ്. ഇനിയിപ്പോൾ തക്കാളി ചട്നിയുടെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ ചട്നി നമ്മുടെ ചെറുപയർ ദോശയ്ക്കുള്ള ദോശമാവും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മുടെ ദോശമാവ് സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ചെറുപയർ ദോശ ആയതുകൊണ്ട് തന്നെ അധികം കട്ടിയില്ലാതെ നന്നായിട്ട് വലുപ്പത്തിൽ പരത്തിയെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വെന്ത് കിട്ടാനൊക്കെ എളുപ്പം അങ്ങനെ പരത്തുന്നതായിരിക്കും കേട്ടോ. ഈ ദോശ ഇങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ചമ്മന്തി ഞാൻ താളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്തൊക്കെ താളിച്ച് വയ്ക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങ് കഴിക്കാമല്ലോ. താളിച്ച് ചേർക്കുമ്പോഴാണ് ആ ഒരു ചട്നിക്കൊരു പൂർണ്ണത വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറുപയർ ദോശ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ ഞാനതങ്ങ് മറിച്ചിടുവാണ്. നമ്മുടെ സാധാ ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ താമസിക്കുന്ന ഇവിടെയൊക്കെ വർഷത്തിലൊരു 6 മാസങ്ങളിൽ നല്ല തണുപ്പ് കാലം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇതുപോലത്തുള്ള ദോശ കൂടുതൽ പ്രയോജനപ്പെടുക. കാരണം പുളിപ്പിക്കുകയൊന്നും വേണ്ടല്ലോ. നമ്മുടെ മാവ് അരച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. നമ്മുടെ ചെറുപയറല്ലേ, അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശ കൂടിയാണിത്. അപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചെറുപയർ ദോശ റെഡിയായി കഴിഞ്ഞ് നല്ല പച്ച കളറിലുള്ള സൂപ്പർ ദോശ അല്ലേ. അതിൻ്റെ ഒപ്പം ഈ തേങ്ങാ ചട്നി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഡയറ്റ് നോക്കുന്നവർക്കും അതേപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ് കേട്ടോ. നമ്മുടെ പച്ചക്കറി ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കറികളാണ് കേട്ടോ. അങ്ങനെ എപ്പോഴൊന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കി കാണാത്ത എന്നാൽ നാടൻ കറികളാണ് താനും. അപ്പോൾ അങ്ങനത്തെ വിഭവങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായ, നമ്മുടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏത്തക്കായ കൊണ്ടൊരു പെപ്പർ ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിന് വേണ്ടി കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്കാണ് കേട്ടോ ഇടുന്നത്. അതാകുമ്പോൾ കായയിൽ ആ കറ പോവുകയും ചെയ്യും. പിന്നെ ആ കായ ഇങ്ങനെ കറുത്ത് പോകത്തുമില്ല. അപ്പോൾ ഇന്നും പാർബോയിൽഡ് റൈസാണ് കേട്ടോ, നമ്മുടെ വെള്ള ചോറാണ് ഇന്നത്തെ ഊണിന്. പിന്നെ അതുപോലെ ഞാൻ വെണ്ടയ്ക്ക അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തക്കാളി മുരിങ്ങാക്കോല് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങാക്കോലും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെണ്ടയ്ക്ക അവിയൽ ഉണ്ടാക്കാൻ ഒരേ നീളത്തിൽ നമ്മൾ നടുവേ മുറിച്ച് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത്തക്കായ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീരകവും പെരിഞ്ജീരകവും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തെടുത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ.
അളവ് കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് പൊടിക്കാതെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നന്നായിട്ട് അരയത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ പിന്നീട് വെള്ളം ചേർത്തത്. ഇനി ആ പേസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങളിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ചതച്ച വെളുത്തുള്ളി കൂടെ ചേർക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആദ്യമേ നമുക്ക് തക്കാളി മുരിങ്ങാക്കോൽ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലുണ്ടാക്കുകയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, മുരിങ്ങാക്കോൽ, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഈ തക്കാളി മുരിങ്ങാക്കോലും വെന്ത് വരുന്ന ഇടം വരെ വേവിക്കാം. ചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ, നിരപ്പിന് വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇത് വെന്ത് വരാൻ ഏകദേശം 10 to 15 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ. ഇനി തക്കാളി മുരിങ്ങാക്കോലൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ ഞാനിവിടെ തേങ്ങ, ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച ആ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടങ്ങ് തിളപ്പിക്കാം. അപ്പോൾ അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താളിച്ചും ചേർത്താൽ നമ്മുടെ തക്കാളിയും മുരിങ്ങാക്കോൽ കറി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മാങ്ങയും മുരിങ്ങാക്കോലുമാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ തക്കാളി മുരിങ്ങാക്കോൽ അതേപോലെ തന്നെ നല്ല രുചിയുള്ളതാണ്. തക്കാളിക്ക് ഒരു പുളിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക അവിയലുണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ വലിയ ജാറിൽ തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി, പിന്നെ തൈര്. അപ്പോൾ വെള്ളത്തിന് പകരം തൈരാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ അവിയലിനുള്ളതായതുകൊണ്ട് തന്നെ ഇത് അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് അങ്ങ് കറക്കിയെടുത്താൽ മതി. അത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വേണം, അത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ ആ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു, തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും തക്കാളിയും മുരിങ്ങാക്കോലും വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ആ സമയത്ത് ഇടാനായിട്ടേ. ഞാൻ എപ്പോഴും മറക്കുന്ന കാര്യം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ താളിച്ച് ചേർക്കാനായിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളി ഇത്രയും മാത്രം മതി കേട്ടോ. ഇതുപോലുള്ള നാടൻ ഒഴിച്ചുകറികളിൽ ഈ താളിച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക സ്വാദാണ്. അതേപോലെ തന്നെ താളിച്ച് ചേർത്ത ഉടനെ തന്നെ നമ്മൾ ആ കറി മൂടി വെക്കണം കേട്ടോ. എങ്കിൽ അതിൻ്റെ ആ ഒരു മുഴുവൻ ആ ഒരു മണവും സ്വാദും ഒക്കെ ആ കറിയിലേക്ക് പിടിക്കുകയുള്ളൂ. അങ്ങനെ താളിക്കങ്ങളും ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി മുരിങ്ങാക്കോല് കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വെണ്ടയ്ക്ക അവിയലുണ്ടാക്കാം. അപ്പോൾ അതിനും ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ല, അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നോൺ സ്റ്റിക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഞാൻ ചെറിയുള്ളി ചേർത്തു. അപ്പോൾ ഒരു 10-20 ചെറിയുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ സവാള ഇതൊന്നും ചേർക്കുന്നില്ല, ചെറിയുള്ളി തന്നെ ചേർക്കുന്നതാണ് ഈ ഒരു അവിയലിന് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇളക്കി ഒരു 5-10 മിനിറ്റ് അത് കുറച്ചുകൂടെ ഒരു ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പരുവത്തിലൊക്കെ വരും കേട്ടോ. പക്ഷെ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു അതിനൊരു കൊഴുപ്പ് പോലത്തെ ഉണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഈ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കൊഴുപ്പ് ആ ചട്ടിയിലേക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് കുറച്ചുകൂടെ ഡ്രൈ ആയി കിട്ടും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുക്കും ആ ഒരു ഇതേപോലത്തെ ഇങ്ങനെ ആ ഒരു കുഴഞ്ഞു പോകുന്ന ആ ഒരു പരുവൊന്ന് മാറി കിട്ടാനായിട്ട്. വെണ്ടയ്ക്ക ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഏത്തക്കായ പെപ്പർ ഫ്രൈ ഉണ്ടാക്കാം. അതൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ കുറവ് പരിഹരിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, ഉഴുന്ന്, പിന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പെപ്പർ ഫ്രൈയുടെ ഒരു ഫ്ലേവർ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത് തന്നെ ആ ഒരു കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഒരുപാട് ഇടരുത്, 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് മാരിനേറ്റ് വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം.
ഈ കായ കഷ്ണങ്ങൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതല്ലാതെ നേരത്തെ വേവിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിലല്ലേ വെക്കുന്നത്, പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം മൂടി വെച്ച് അത് വേവിക്കാനായിട്ട്. അധികം നേരമൊന്നും വേണ്ട കേട്ടോ വെന്ത് വരാനായിട്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് സമയം തന്നെ ധാരാളമാണ് നമുക്ക് ഈ കായ വെന്ത് വരാനായിട്ട്. ഈ സമയത്ത് നമ്മുടെ വെണ്ടക്ക ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൊഴുപ്പ് ഇതുവരെ അങ്ങ് മാറിയിട്ടില്ല, ഇപ്പോഴും കുഴഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ വെണ്ടക്കയല്ലേ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ അവിയലായതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്നതിനേക്കാളും അതിന് കുറച്ചുകൂടെയും കാണാനും അതേപോലെ തന്നെ ടേസ്റ്റും കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കുന്ന പരുവം തന്നെയാണ്. അതേപോലെ നമ്മുടെ കായയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതും വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ മുഴുവനായിട്ടും വെന്തിട്ടില്ല, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ബാക്കി കൂടെ ആ ഒരു വെള്ളം കൂടെ വറ്റി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കണമെന്ന് മാത്രം. ഇപ്പോൾ വെണ്ടയ്ക്ക അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂട്ടിയിട്ട് മുളക് പൊടി കുറച്ച് മാത്രം മതി, അവിയലിന് അങ്ങനെ ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ അങ്ങ് ഇളക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും ജീരകവും തൈരും പച്ചമുളകും ചുവന്നുള്ളിയാണ്. അപ്പോൾ പച്ചമുളക് അതിലും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ആ തേങ്ങ ഒന്ന് ആവി കയറി ആ ഒരു റോ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക അവിയലും റെഡി ആയി കഴിഞ്ഞു. ഇത് എളുപ്പമല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വെണ്ടയ്ക്കൊക്കെ ഒരുപാടുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് വെണ്ടയ്ക്ക അവിയലെന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ഏത്തക്കായ പെപ്പർ ഫ്രൈയും റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ. പൊതുവേ നമ്മുടെ നാടൻ കറികളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ 3 കൂട്ടം വിഭവങ്ങളായി കഴിഞ്ഞു. ഇതേപോലത്തെ നല്ല നാടൻ കറികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇറച്ചിയുടെയും മീനിൻ്റെ മുട്ടയുടെ ഒന്നും ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു പറ ചോറങ്ങും ഉണ്ടാകും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറികൾക്കെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉണ്ണാൻ തുടങ്ങിയാലോ. ഇന്നിപ്പോൾ വെള്ളച്ചോറാണ്, നല്ല ചൂട് ചോറും അതിലേക്ക് നമ്മുടെ തക്കാളി മുരിങ്ങാക്കോല് കറിയും പിന്നെ അതേപോലെ വെണ്ടയ്ക്ക അവിയലും പിന്നെ നമ്മുടെ ഏത്തക്കായ പെപ്പർ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുശാലായിട്ടോ. ഇതെല്ലാം കൂടി ഞാനൊരു പിടി പിടിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കോമ്പിനേഷൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ഏത്തക്കായ പെപ്പർ ഫ്രൈ ഏകദേശം നമ്മുടെ ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു പിടി പിടിക്കട്ടെ. കുറേ നാളായില്ലേ നമ്മുടെ ചാനലിൽ വൈകുന്നേരത്തെ ഒരു ചായ പലഹാരം കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു, പിന്നെ 2 പച്ചമുളക് ഇത് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വഴറ്റുകയാണ്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഉപ്പും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിലേക്ക് 1 തക്കാളി, അപ്പോൾ അതും ചെറിയ തക്കാളിയാണ്, ഒരുപാട് വലിയ തക്കാളിയല്ല, അതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് തക്കാളി വേവുന്നേരം വരെ മൂടി വെച്ചങ്ങ് വേവിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്തു വന്നു. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ചേർക്കുന്നത്. ഇതൊന്നും ഒരുപാട് വേണ്ട, വളരെ കുറച്ചളവിൽ മതി. അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം.
അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്യണമെന്നില്ല, ഒന്ന് നന്നായിട്ട് അങ്ങ് ഉടച്ച് സ്പൂണും കൊണ്ട് ഉടച്ച് ചേർത്ത് കൊടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇനി മുട്ട പുഴുങ്ങാൻ മെനക്കേടാണ്, മടിയാണെന്നുണ്ടെങ്കിൽ വെറുതെ മുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതി. പക്ഷെ മുട്ട പുഴുങ്ങിയിട്ട് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലയടയുടെ ഉള്ളിൽ വെക്കാനുള്ള സ്റ്റഫ് റെഡിയായി കഴിഞ്ഞു. ഇനി അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും പറയാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പും ആവശ്യത്തിന് എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി, അപ്പോൾ അരിപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന ആ പൊടി വേണം കേട്ടോ, തരിയൊന്നുമില്ലാത്ത പൊടി വേണം ചേർക്കാനായിട്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് മൈദ, അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദയും അത്രയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഇടിയപ്പത്തിനും അല്ലെങ്കിൽ ഇലയട ഉണ്ടാക്കുമ്പോൾ വലിയ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അന്നേരം ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ തൊട്ടിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇനി നമ്മൾ സാധാരണ ഇലയടയ്ക്ക് വേണ്ടി പരത്തുമല്ലോ, ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് അങ്ങ് പരത്തും. അപ്പോൾ ഞാൻ ഇലയ്ക്കുള്ളിൽ വെച്ചിട്ട് അങ്ങ് മടക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഇതങ്ങ് പരത്തി അതിലേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ഇതങ്ങ് തന്നെ അങ്ങ് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വാഴയിലയുടെ ഉള്ളിൽ വെച്ചങ്ങ് വേവിക്കുന്നതെന്നുള്ളൂ. കാരണം ഇവിടെ എനിക്ക് ഒരുപാട് അളവിൽ വാഴയില കിട്ടത്തില്ല. അപ്പോൾ ആകെ കൂടെ എൻ്റെ ഒരു ചെറിയൊരു കഷ്ണം വാഴയില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് വാഴയില ഉണ്ടല്ലോ, അപ്പോൾ വാഴയിലയ്ക്ക് അകത്ത് വെച്ച് തന്നെ നമ്മൾ ഇലയട ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര അളവിലില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഇലയടയ്ക്ക് അത്ര വലിയ ഷേപ്പൊന്നുമില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ഈ കലയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഷേപ്പൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ വൻ പരാജയമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇലയടയുടെ രൂപത്തിലൊക്കെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമറിൻ്റെ അകത്ത് വെച്ചിട്ടങ്ങ് നന്നായിട്ടങ്ങ് ആവി കയറ്റാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും ആവി കയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു, പാത്രം തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് ആവിയൊക്കെ കയറി ആ ഒരു ഇല വാടിയ മണം മൂക്കിലേക്ക് അടിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ തിന്ന് തീർക്കാൻ തോന്നും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചായ പലഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ബൈ.